എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രപഞ്ചത്തിലെ ഏറ്റവും ഭീകരവും എന്നാൽ ഏറ്റവും ആകർഷകവുമായ വസ്തുക്കളിൽ ഒന്നാണ് ബ്ലാക്ക് ഹോളുകൾ. അതിൻ്റെ ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും പ്രകാശത്തിനു പോലും രക്ഷപ്പെടുവാനായി സാധിക്കുകയില്ല. ഈ ഭീകരമായ തമോഗർത്തത്തിലേക്ക് നിങ്ങൾ ആകസ്മികമായി പതിക്കുകയാണെങ്കിൽ എന്തു സംഭവിക്കും? ഒരു നിമിഷം കൊണ്ട് നിങ്ങളൊരു നീണ്ട നൂലുപോലെ വലിച്ച് നീട്ടപ്പെട്ടേക്കാം. ഈ വിചിത്രമായ പ്രതിഭാസത്തെയാണ് ശാസ്ത്രലോകം സ്പക്കാറ്റിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. സ്പക്കാറ്റിഫിക്കേഷൻ എന്നത് ഗുരുത്വാകർഷണ ബലത്തിലെ വ്യത്യാസം കാരണമുണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ്. ഇതിനെ ശാസ്ത്രീയമായി ടൈഡൽ ഫോഴ്സ് എന്നും വിളിക്കുന്നു. നമ്മുടെ ഭൂമിയിൽ ചന്ദ്രനുണ്ടാക്കുന്ന വേലിയേറ്റത്തിന് സമാനമാണിത്. എന്നാൽ തമോഗർത്തത്തിന് അടുത്തുവെച്ച് ഈ ശക്തി കോടിക്കണക്കിനിരട്ടി ശക്തമാകുന്നു. നിങ്ങൾ ഒരു തമോഗർത്തത്തിലേക്ക് പതിക്കുമ്പോൾ തമോഗർത്തത്തോട് ചേർന്ന് നിൽക്കുന്ന നിങ്ങളുടെ കാൽപാദങ്ങളിൽ അതിശക്തമായ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുകയും തമോഗർത്തത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന നിങ്ങളുടെ തലഭാഗത്ത് ഗുരുത്വാകർഷണ ബലം അതിനേക്കാൾ കുറവ് അനുഭവപ്പെടുകയും ചെയ്യുന്നു. ഈ വലിയ ഫോഴ്സ് ഗ്രേഡിയൻ കാരണം നിങ്ങളുടെ ശരീരം വെർട്ടിക്കലി വലിച്ചു നീട്ടപ്പെടുകയും അതേസമയം കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈയൊരു വലിച്ചു നീട്ടലാണ് സ്പക്കാറ്റിഫിക്കേഷൻ. സ്പക്കാറ്റിഫിക്കേഷൻ എന്നത് എപ്പോൾ എങ്ങനെ സംഭവിക്കും എന്നത് നിങ്ങൾ ഏത് തരം തമോഗർത്തത്തിലേക്കാണ് പതിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഒരു വലിയ നക്ഷത്രം തകരുമ്പോൾ ഉണ്ടാകുന്ന താരതമ്യേന ചെറിയ ബ്ലാക്ക് ഹോളുകളാണ് സ്റ്റെല്ലാർ ബ്ലാക്ക് ഹോളുകൾ. ഇവയിൽ ഇവന്റ് ഹൊറൈസൺ താണ്ടിക്കഴിയുമ്പോൾ തന്നെ സ്പക്കാറ്റിഫിക്കേഷൻ ആരംഭിക്കുന്നു. അതായത് അപ്പോൾ തന്നെ നിങ്ങൾ ഇല്ലാതായി മാറുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇന്റർസ്റ്റെല്ലാർ മൂവിയിൽ കൂപ്പറും ടാസ് റോബോട്ടും ഗർഗോഞ്ചോ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് പതിക്കുന്ന രംഗങ്ങളെല്ലാം വളരെ ആകാംക്ഷയോടെ കണ്ടിരുന്നവരാണ് നമ്മൾ. എന്നാൽ ഒരു യഥാർത്ഥ ബ്ലാക്ക് ഹോളിലേക്കായിരുന്നു അവർ പതിച്ചിരുന്നതെങ്കിൽ അതൊന്നും തന്നെ യാഥാർത്ഥ്യമായി മാറുകയില്ല. സ്പക്കാറ്റിഫിക്കേഷൻ സംഭവിക്കുകയും തുടക്കത്തിൽ തന്നെ അവർ ഇല്ലാതായി പോവുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ സ്പക്കാറ്റിഫിക്കേഷനെ കുറിച്ചുള്ള ഈ കൊച്ചു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി പിന്നീട് കാണാം.